ഇപ്പോൾ കേരളത്തിൽ കാരണം ജാതി ശരീരങ്ങളെ ലംഘിക്കലായിരുന്നു ആദ്യത്തെ സമരം. അതൊരു എസ്തെറ്റിക് സമരമാണ്, സൗന്ദര്യാത്മക സമരമാണ്. തൊടാൻ കഴിയാത്ത ആളെ തൊടുക എന്നുള്ളത് കേരളത്തിൻ്റെ ചിന്താചരിത്രം എന്നതുപോലെ തന്നെ പ്രധാനമാണ് കേരളത്തിൻ്റെ അനുഭൂതി ചരിത്രം എന്ന് പറയുന്നത്. അനുഭൂതികളിൽ ഇടപെടാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഇടതുഭാവുകത്വത്തെ സാഹിത്യത്തെ ഒരു കലയെ, സൗന്ദര്യത്തിൻ്റെ മേഖലയെ, മൂല്യങ്ങളുടെ മേഖലയൊക്കെ ഒരു ഉപരിഘടനാ പ്രതിഭാസമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ചിന്ത. ഇത് നമ്മളുടെ ഇടത് ഭാവുകത്വ ഇടപെടലുകളെ ദുർബലമാക്കിയിട്ടുള്ള ഒന്നാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ക്ലാസിക്കൽ അല്ല, സത്യം പറഞ്ഞാൽ നമ്മൾ ഹെഗേലിയൻ പീരീഡ് എന്നൊക്കെ പറയുന്ന മാർക്സിൻ്റെ കാലത്ത് അലിനേഷൻ എന്നൊരു വാക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്നത്തെ ചർച്ചയ്ക്ക് ഏറ്റവും അത് അനുയോജ്യമാകുക എസ്തെറ്റിക് അലിനേഷൻ എന്നൊരു പദം പ്രയോഗിച്ചാൽ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് ഒന്നിച്ച് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ സാമാന്യഗതിയിൽ പറയുന്ന സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക അലിനേഷൻ എന്ന് പറയുന്ന അന്യവൽക്കരണം എന്ന് പറയുന്നത് വാഴ കുഴിച്ചിടുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്ന മലയെപ്പൊലേന് ആ വാഴയും അതിൻ്റെ ഉൽപ്പന്നങ്ങളും എങ്ങനെ അന്യമാകുന്നുവോ ആ അന്യവൽക്കരണത്തെ അവസാനിപ്പിക്കലാണ് നമ്മൾ നേരത്തെ കണ്ട മാർക്സിയൻ പ്രയോഗത്തിൻ്റെ അർത്ഥം. അത് ഉടമസ്ഥതയിൽ നിന്ന് അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ് മാർക്സിയൻ. അതായത് വസ്തുവിൻ്റെ ഉടമയായിരിക്കുമ്പോൾ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിലെ ഈ തൊഴിലാളിയോടുള്ള ഒരു കാരുണ്യത്തിൻ്റെ പ്രശ്നമല്ല മാർക്സിയൻ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. മുതലാളിയും അതിൻ്റെ പക്ഷേ അതിനേക്കാളേറെ അന്യനാണ്. കാരണം അയാൾ ആ വസ്തുവിൻ്റെ ഉടമസ്ഥത ആയതുകൊണ്ട് ആ വസ്തു അനുഭവിക്കാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയുടെ ഉടമസ്ഥനാണെന്നുള്ള ബോധമാണ് എനിക്കുള്ളെങ്കിൽ ഭാര്യയും ഞാനും തമ്മിൽ സ്നേഹബന്ധമല്ല, ജനാധിപത്യപരമായ ബന്ധം, ആ ബന്ധം ഞാൻ അനുഭവിക്കുന്നില്ല എന്നർത്ഥം. പൂന്തോട്ടത്തിൻ്റെ ഉടമക്ക് തോട്ടം അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉടമസ്ഥതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൂടിയാണെന്ന് പറയുമ്പോൾ ഉടമസ്ഥത നഷ്ടപ്പെട്ട പിന്നെന്താ ഉള്ളത്? ഉടമസ്ഥത ഒഴിയാവുന്നതോടുകൂടി പിന്നെ നിങ്ങൾ ആ വസ്തുവുമായിട്ട് ഇന്ദ്രിയാത്മക ബന്ധമാണ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് സാമ്പത്തികമായ എലിനേഷനോടൊപ്പം തന്നെ എസ്തെറ്റിക് എലിനേഷനും കൂടി ഉണ്ടെന്നും ആ രണ്ട് എലിനേഷനും അവസാനിക്കുമ്പോഴാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സമുദായം രൂപപ്പെടുന്നതെന്നാണ് മാർക്സ് പറഞ്ഞത്. അതുകൊണ്ട് അത് വൈരുദ്ധ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വൈരുദ്ധ്യമുണ്ടെന്ന് മധു പറഞ്ഞില്ല, പക്ഷേ വൈരുദ്ധ്യമില്ല എന്നാണ് അതിൽ നിന്ന് വരുന്നത്. വ്യക്തമാണല്ലോ, അത് തമ്മിൽ പരസ്പരം പൂരകമായിട്ടാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്തേക്ക് വന്നാൽ അതിൽ സൂചിപ്പിച്ചതായിട്ട് ബന്ധപ്പെടുത്തിയും കൂടി പറഞ്ഞാലേ, ഇപ്പോൾ കാരണം ജാതി ശരീരങ്ങളെ ലംഘിക്കലായിരുന്നു ആദ്യത്തെ സമരം. അതൊരു എസ്തെറ്റിക് സമരമാണ്, സൗന്ദര്യാത്മക സമരമാണ്. തൊടാൻ കഴിയാത്ത ആളെ തൊടുക എന്നുള്ളത്. ജാതിക്കുമ്മി എന്ന് പറയുന്ന 1905 കൃതി, പണ്ഡിറ്റ് കെ പി കുറുപ്പിൻ്റെ കൃതി അയിത്തത്തിനെതിരെയുള്ളതാണ്. തൊടുന്നതിനും ഈ ദൂരം, മേൽജാതിക്കാരനും കീഴ്ജാതിക്കാരനും തമ്മിലുള്ള ദൂരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള സമരം. അതാരാണ്? ആദിശങ്കരനോടാണ് ഒരു ചണ്ടാളൻ ചോദ്യം ചോദിക്കുന്നത്. അതിലൊരു സന്ദർഭം കൂടി ഞാൻ പറയാം. ഈ ജാതിക്കുമ്മി എന്നുള്ള കൃതി വായിച്ചിട്ടാണ് ഈ പണ്ഡിറ്റ് കെ പി കുറുപ്പിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു സമാജം, പൊലയ സമാജം വേണം, അതിന് താങ്കൾ മുൻകൈ എടുക്കണമെന്ന് കെ പി കുറുപ്പിനോട് പറയുന്നത്. അപ്പോൾ തുടങ്ങുന്ന സമരം തന്നെ എസ്തെറ്റിക്കലാണ്. കാരണം ഈ അകലം ഇല്ലാതാക്കുക, തൊടാനാകുക. സമത്വം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദാർശനിക ആശയമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാൻ കഴിയുന്ന, പരസ്പരം ആലിംഗനം ചെയ്യാൻ കഴിയുന്ന മനുഷ്യരിലേക്കുള്ള തുടക്കമാണത്. അപ്പോൾ അതവിടെ ആരംഭിക്കുന്നു. പന്തിഭോജനത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഭാഗത്തൊക്കെ അറിയുന്നൊരു കാര്യം, കുളി സമരങ്ങൾ പഴയ ആളുകൾക്കറിയാം അല്ലേ? ഒന്നിച്ച് നേരത്തെ ജന്മികളുടെ ഉടമയിലുണ്ടായിരുന്ന കുളിക്കടവുകളിൽ പോയിട്ട് കുളിക്കാനുള്ള സമരം. അപ്പോൾ അതൊന്നും നമ്മുടെ ക്ലാസിക്കൽ മാർക്സിസ്റ്റ് ഡിക്ഷണറിയിൽ, നേരത്തെ അനിൽ പറഞ്ഞ പോലെ ക്ലാസിക്കൽ മാർക്സിസ്റ്റ് ഡിക്ഷണറിയിൽ വന്നില്ലെങ്കിലും നേരത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്തും അല്ലാതെയും നടന്ന നിരവധി സമരങ്ങളുണ്ട്. അത് പറയാൻ ഒരുപക്ഷെ പിന്നെ ക്യാപിറ്റൽ വായിക്കേണ്ടതില്ല, അല്ലെങ്കിൽ 840 കൈയെഴുത്തൊന്നും വായിക്കാത്ത ആളുകൾ തന്നെയാണ് ആ സമരം. കാരണം അവരുടെ അനുഭവത്തിൻ്റെ കാര്യം അത്. അപ്പോൾ റാൻസിയറൊക്കെ പറയുന്ന പോലെ അനുഭവത്തിൻ്റെ അതിർത്തികളുടെ ലംഘനമാണ് വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ദ്രിയാത്മക അനുഭവങ്ങളുടെ അതിർത്തികൾ ലംഘിക്കുക. സ്ത്രീക്ക് എത്രത്തോളം നടക്കാൻ കഴിയും, സ്ത്രീ നടക്കേണ്ട സമയമേത് തുടങ്ങിയ ആ സംഗതി സ്ത്രീ ലംഘിക്കുമ്പോഴാണ് എസ്തെറ്റിക് റവല്യൂഷൻ വരുന്നത്. അടിസ്ഥാന വിഭാഗങ്ങൾ ലംഘിക്കുമ്പോഴാണ് എസ്തെറ്റിക് റവല്യൂഷൻ വരുന്നത്. അതുകൊണ്ട് ആത്യന്തികമായി എംബോഡിയുടെ ശരീരം കൂടി ഉൾപ്പെടുന്ന മനുഷ്യൻ്റെ വിപ്ലവം അത്, അല്ലാതെ ചിന്തയിലുള്ള വിപ്ലവമല്ല. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ലെങ്കിൽ ആ വിപ്ലവത്തിന് യാതൊരു അർത്ഥവുമില്ല.
വീട്ടിൽ സ്ത്രീകൾ അതേപോലെ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പൊതുമണ്ഡലത്തിൽ ദൃശ്യത, സ്ത്രീയുടെ ദൃശ്യത, അവിടെയൊക്കെ ചെല്ലാനുള്ള വഴി, നേരത്തെ പിന്നെ ഗഫൂറിൻ്റെ മകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാനുള്ള, സ്വതന്ത്രമായി ഞാനെന്ന നിലയിൽ ഭക്ഷണം കഴിക്കാനുള്ള, അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കേരളത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞാലേ, നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ നേരത്തെ മധു അതിൻ്റെ ഇടതുപക്ഷ ഭാവുകത്തിൻ്റെ ചില പരിമിതികൾ, ചരിത്രപരമായ പരിമിതി പറയാം, അങ്ങനെ പറയുന്നത് നല്ലത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം ഇവിടെ കളിക്കുന്ന കാലത്ത് ബെർത്തോൾഡ് ബ്രെറ്റ് എലിനേഷൻ തിയേറ്റർ അവിടെ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ബ്രെറ്റിൻ്റെ തിയേറ്റർ കേരളത്തിൽ കൊണ്ടുവന്നിരുന്ന എന്തുണ്ടാവുമായിരുന്നു? ഈ പറയുന്ന സാമൂഹ്യ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി കളിച്ചു കഴിഞ്ഞിട്ട് കാണുന്ന ആളുകൾ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കണമെങ്കിൽ ആ തിയേറ്റർ തന്നെ ആവശ്യമാണ്. എലിനേഷൻ തിയേറ്റർ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു സമൂഹത്തിൻ്റെ സംവേദനത്തിൻ്റെ ചരിത്രത്തിൽ മാത്രമേ നമുക്ക് എസ്തെറ്റിക് കൺസെപ്റ്റ് പോലും കൊണ്ടുവരാൻ കഴിയുള്ളൂ ഞാൻ പറഞ്ഞത്. അതായിരുന്നു അതിൻ്റെ പരിമിതി. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ മുതലാളിത്തത്തിൻ്റെ ആധുനിക വ്യക്തി വരുന്നു അല്ലേ. മറ്റത് നമുക്ക് ജന്മിത്ത് അവസാനിപ്പിക്കണം, ജാതി അവസാനിപ്പിക്കണം. ഈ ഘട്ടത്തിലാണ് സത്യത്തിൽ മാർക്സിസ്റ്റ് എസ്തെറ്റിക്സിൻ്റെ അണിലുൾപ്പെടെയുള്ള പ്രതിസന്ധി വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, വിജയത്തിൽ അവസാനിക്കുന്നതാണ് പുരോഗമന സാഹിത്യം, അല്ലെങ്കിൽ വിജയത്തിന് അവസാനിക്കുന്നതാണ് വിമോചനത്തിൻ്റെ സാഹിത്യം എന്നുള്ളത് വിട്ട് പരാജയം ഒരു വിമോചന സങ്കല്പമാണെന്ന് കൊണ്ടുവരുന്ന മോഡേണിസാണ്. പരാജയപ്പെടുന്ന കഥാപാത്രങ്ങൾ, പരാജയം തന്നെ ഒരു നെഗറ്റീവായ വിജയമാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാലേ, ആനന്ദിൻ്റെ ഉത്തരായണം എന്നുള്ള നോവൽ, ആനന്ദിനെ വായിക്കുന്നവർ കുറവാണെങ്കിലും ഉത്തരായണം എന്നുള്ള നോവലിലെ അടിയന്തരാവസ്ഥ കാലഘട്ടമാണ്. അതിൻ്റെ അകത്ത് ഒരു മുഖ്യ കഥാപാത്രവും ഭാര്യയും ആണ് അതിൽ തുടങ്ങുന്നത്. അതിൽ ഒരു ചോദ്യം വരുന്നുണ്ട്, അതായത് കത്തുന്ന വേനലിൽ അതിജീവിക്കുന്ന സസ്യങ്ങളാണോ ആരോഗ്യമുള്ള സസ്യങ്ങൾ, അതോ കൊടും വേനലിൽ കരിഞ്ഞു പോകുന്ന സസ്യങ്ങളാണോ, ഏതാണ് സസ്യത്വം, അതിൻ്റെ ജൈവികത സൂക്ഷിക്കുന്നതെന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ കടുത്ത വേനലിനെ അതിജീവിക്കുന്ന സസ്യങ്ങൾ കൂടുതൽ പ്ലാസ്റ്റിക് സസ്യങ്ങളാണ്, മനുഷ്യത്വം കുറഞ്ഞ സസ്യങ്ങളാണ്, സംവേദനക്ഷമത ഇല്ലാത്ത സസ്യങ്ങളാണ്. സംവേദനക്ഷമത ഉള്ള സസ്യങ്ങളാണ് അതിന് ജൈവികത കൊണ്ട് ആ വേനലിൽ കരിഞ്ഞു പോകുന്നത്. അടിയന്തരാവസ്ഥയുടെ അധികാരത്തിൻ്റെ ആ കത്തുന്ന വേനലിൽ രോഗം തന്നെയാണ് പ്രതിരോധത്തിൻ്റെ ലക്ഷണം എന്ന് ആനന്ദ് പറയും. അപ്പോൾ നിങ്ങൾ ഒരു ആധിപത്യ വ്യവസ്ഥയിൽ രോഗിയാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആന്തരികമായി അതിനോട് കലഹിക്കുന്നു എന്നർത്ഥം. ഒരു ഭാര്യയ്ക്ക് ഭ്രാന്ത് വരുന്നു എന്ന് പറഞ്ഞാൽ, സാമ്പ്രദായ കുടുംബത്തിലെ ഒരു ഭാര്യയ്ക്ക് ഭ്രാന്ത് വരുന്നു, മാഡ് വുമൺ ഇൻ ദ ആറ്റിക്, ഭ്രാന്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പ്രതിരോധം. അവിടെ ശാന്തരായിരിക്കുന്ന ഒരു സ്ത്രീ നല്ല വീട്ടമ്മയാണെന്ന് പറഞ്ഞാൽ അവരൊന്നിനെയും പ്രതിരോധിക്കുന്നില്ല എന്നർത്ഥം. ഈ തരത്തിൽ നെഗറ്റീവ് ഡയലക്റ്റിക്സിനെ കാണുന്നതിൽ നമുക്ക് പരാജയപ്പെട്ടതാണ് ഒരുപക്ഷെ നമ്മുടെ ഈ പാരമ്പര്യ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ആധുനിക സാഹിത്യത്തെ മനസ്സിലാക്കുന്നതിൽ വന്ന വലിയൊരു പരിമിതി. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയാം, വിമർശിക്കാതെ തീർച്ചയായിട്ടും. ഇപ്പോൾ എം.എൻ. വിജയൻ മുതൽ എം. മുകുന്ദൻ മുതൽ എല്ലാവരെയും ഞാൻ പുരോഗമന സാഹിത്യത്തിലെ അതിൻ്റെ ഒരു വക്താവൊന്നുമല്ല, എങ്കിലും പറയാം, ഈ വ്യക്തികളൊക്കെ ഈ പുരോഗമന സാഹിത്യത്തിൻ്റെ വക്താക്കളായിട്ട് പിന്നീട് അകം കൂട്ടപ്പെട്ടെങ്കിലും സൈദ്ധാന്തികമായൊരു സംവാദം നടന്നിട്ടില്ല. സൈദ്ധാന്തിക സംവാദം നടക്കാത്തതിൻ്റെ പരിമിതിയിലാണ് നമ്മളിപ്പോൾ ഈ ചർച്ച കൊണ്ടുവരുന്നത്. അപ്പോൾ ആധുനിക മനുഷ്യൻ, ആ മനുഷ്യന് വരുന്ന സൗന്ദര്യാത്മക പ്രതിസന്ധികളെ സംബോധന ചെയ്യാൻ കഴിയാതെ ഇവരൊക്കെ കുറേ പുറത്താക്കപ്പെടേണ്ട സാഹിത്യമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാട്ടൂർ കടവ് കുറേ കാലത്തിന് ശേഷം എഴുതുന്നേ ഉള്ളൂ. ഇത് 70കളിൽ വിജയൻ എഴുതുന്ന അല്ലെങ്കിൽ ആനന്ദ് എഴുതുന്ന മൂന്നൻ എഴുതുന്ന കൃതികളിൽ വന്ന പ്രതിസന്ധിയുടെ മറ്റൊരു രൂപം തന്നെയാണിത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സൗന്ദര്യം എന്ന വാക്ക്, ഞാൻ നേരത്തെ വാക്ക് ഉപയോഗിച്ചു, അവിടെ സൗന്ദര്യബോധം എന്ന വാക്ക് ചരിത്രപരമായി മതാനുഭൂതിക്ക് ശേഷം വരുന്ന ഒരു ആന്തരിക വിനിമയ രീതിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലേ, അതൊക്കെ ഇന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറയാം. അധ്യാത്മരാമായണം യഥാർത്ഥത്തിൽ ഒരു മതഗ്രന്ഥമാണോ സാഹിത്യകൃതിയാണോ? അച്ചടിക്കപ്പെടുന്നത് വരെ അധ്യാത്മരാമായണം മതഗ്രന്ഥമാണ്. ബൈബിൾ ഒരു സാഹിത്യകൃതിയാണോ മതകൃതിയാണോ എന്ന് ചോദിച്ചാൽ അച്ചടിക്കപ്പെടുന്നവരെ ബൈബിൾ ഒരു മതഗ്രന്ഥമാണ്. ഖുറാൻ ഒരു മതത്തിന് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കൃതിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഖുറാൻ അച്ചടിക്കപ്പെടുന്നത് വരെ മതഗ്രന്ഥം മാത്രമാണ്. ഇത് സാഹിത്യകൃതിയായിട്ട് സൗന്ദര്യബോധം കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന കൃതിയാവുന്നത് അധ്യാത്മരാമായണം ഒരു അഹിന്ദുവിൻ്റെ കയ്യിൽ കിട്ടുമ്പോഴാണ്.
അഹിന്ദുവിൻ്റെ കയ്യിൽ രാമായണം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് സൗന്ദര്യബോധം കൊണ്ട് അതിലേക്കൊരു ഒരു പാത തെളിയിക്കാൻ കഴിയും. ഖുർആൻ എനിക്ക് അവിശ്വാസിയായ എനിക്ക്, ഇസ്ലാം അല്ലാത്ത എനിക്ക്, അതിൻ്റെ സാഹോദര്യ മൂല്യം എൻ്റെ സൗന്ദര്യബോധം കൊണ്ട് ഞാൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ബൈബിളിലെ സ്നേഹമൂല്യം ഞാൻ ഭക്തനല്ല, ഞാൻ മതവിശ്വാസിയല്ല, എനിക്കതിൻ്റെ സൗന്ദര്യബോധം കൊണ്ടാണ് അതിൻ്റെ സ്നേഹമൂല്യം ഇങ്ങനെ മതത്തിൻ്റെ അകത്ത് ഒതുങ്ങിയിരുന്ന മനുഷ്യരെ പരസ്പരം വിനിമയം ചെയ്യാൻ കഴിയുന്ന അതിനപ്പുറത്തേക്കുള്ള ഒരു അനുഭൂതി പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് എസ്തെറ്റിക് റവല്യൂഷൻ ആധുനിക പൊതുമണ്ഡലത്തിൻ്റെയും ആധുനിക മനുഷ്യ സമുദായ നിർമ്മിതിയിലെയും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. ഇത് എത്രത്തോളം നിർവഹിച്ചു എന്നുള്ള ചോദ്യം, ഇതിനു വേണ്ടി നടന്ന സമരങ്ങളാണ് നമ്മൾ നവോത്ഥാന സമരങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തത്, അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇതിൽ കലയും വൈരൂപ്യവും അന്ന് വന്നൊരു ചർച്ചയാണ്. ഇപ്പോൾ സൗന്ദര്യം മാത്രം, നേരത്തെ നെഗറ്റീവ് ഡയലക്റ്റിക്സിനെ കൊണ്ട് പറഞ്ഞതിന് തുടർച്ചയാണ്. സൗന്ദര്യം മാത്രം ഈ പോസിറ്റീവായിട്ട് കരുതുന്ന, നമ്മൾ കണ്ണിനാകർഷകം അല്ലെങ്കിൽ വളരെ ആകർഷകമായി തോന്നുന്ന ഒന്നാണോ സൗന്ദര്യം? വൈരൂപ്യം സൗന്ദര്യമാണ് എന്നും വൈരൂപ്യം കലയിൽ ആസ്വദിക്കുന്നത് വഴി നിങ്ങളുടെ സൗന്ദര്യബോധത്തിന് പരിക്കേൽപ്പിക്കുന്നിടത്താണ് സൗന്ദര്യ വിപ്ലവം. ഇത് ബോധിലേറിൻ്റെ കാഴ്ചപ്പാടാണ്. തിന്മയുടെ പൂക്കൾ എന്ന കൃതി എഴുതുമ്പോഴാണ് നന്മയെക്കുറിച്ചുള്ള നമ്മുടെ ബോധത്തെ തന്നെ പരിക്കേൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ നല്ല ഉദാഹരണം കേരളത്തിൽ പറയാം. ഇപ്പോൾ തോട്ടിയുടെ മകനിലെ ഗംഭീരമായൊരു വാക്യം തകഴി എഴുതുന്നുണ്ട്. നമ്മൾ ചന്ദ്രികയെക്കുറിച്ചല്ലേ, നിലാവിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ കവിതയിൽ വർണ്ണിച്ചതാണ്. തകഴി എഴുതുന്ന വാക്യം, തോട്ടി രാത്രി മലം ശേഖരിക്കാൻ പോവാം, നല്ല വെളിച്ചമുണ്ട്, അതിൽ വാക്യതാണ് മലം ചന്ദ്രികയിൽ തിളങ്ങി എന്നാണ്. ഗംഭീരമായ പ്രയോഗം. മലം ചന്ദ്രികയിൽ, അതോടുകൂടി എന്താണോ തകർന്നത് അതാണ് ക്ലാസിക്കൽ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അവിടെ എന്താണോ തകർന്നത് അതാണ് കാൽപ്പനികത എന്ന് പറയുന്നത്. അവിടെ എന്താണോ തുടങ്ങിയത് അതാണ് വൈരൂപ്യത്തിൻ്റെ സൗന്ദര്യശാസ്ത്രം. അത് നമ്മളെ കാണുന്നവനെ പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്നത്. നിങ്ങളുടെ സൗന്ദര്യബോധത്തെ, നേരത്തെ ഉണ്ടായിരുന്ന സൗന്ദര്യബോധത്തെ ഉദാത്തവൽക്കരിക്കുകയല്ല ചെയ്തത്, നിങ്ങളുടെ സൗന്ദര്യബോധത്തെ ആക്രമിക്കുകയോ ചെയ്യുന്നത്. ഇങ്ങനെ നിരന്തരം സ്ഥാപിത സൗന്ദര്യബോധത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് എസ്തെറ്റിക്സ് നടത്തേണ്ട പണി എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ സാഹിത്യം പുരുഷൻ്റെ സൗന്ദര്യബോധത്തെ തകർക്കുക ചെയ്തത്. ദളിത് സാഹിത്യം സവർണൻ്റെ സൗന്ദര്യബോധത്തെ തകർക്കുക ചെയ്യുന്നു. ഇന്ന് കേരളത്തിൽ നിന്ന് വരുന്ന പ്രാന്ത സമൂഹങ്ങളിൽ നിന്ന് വരുന്ന സാഹിത്യം, എച്ചിൽ ലിംബാളയുടെ കാര്യമൊക്കെ അറിയാലോ, ഇങ്ങനെ പ്രാന്ത സമൂഹങ്ങളിൽ നിന്ന് വരുന്ന സാഹിത്യം, ട്രാൻസ്ജെൻഡറുകളിൽ നിന്ന് വരുന്ന സാഹിത്യം, അതൊക്കെ നമ്മുടെ ആണത്ത ബോധത്തെയും പെണ്ണത്ത ബോധത്തേക്കും പരിക്കേൽപ്പിക്കുക ചെയ്യുന്നു. ഈ പരിക്കേൽപ്പിച്ചിട്ട് നമ്മുടെ ആന്തരികമായി ജനാധിപത്യവാദിയാക്കുന്ന പ്രക്രിയയാണ് വിമോചനത്തിൻ്റെ സൗന്ദര്യബോധം എന്ന് വിളിക്കുന്നത്. അത് ഇന്നത്തെ കേരളത്തിൽ എത്ര നടക്കുന്നുണ്ടെന്നിടത്താണ് സത്യത്തിൽ മനുഷ്യർ എന്നുള്ള നിലയിൽ, അല്ലാതെ നമ്മൾ പാർട്ടി അംഗമാണോ, കൊടി പിടിച്ചിട്ടുണ്ടോ, ജാഥയിൽ പങ്കെടുക്കുന്നുണ്ടോ, ആർക്കാണോ വോട്ട് ചെയ്യുന്നതിനേക്കാൾ ഇടതുപക്ഷ ഭാവുകത്വം എന്ന് പറയുന്നത് ഈ പരുക്ക് എത്ര പേർക്ക് ഏറ്റു എന്നുള്ളതാണ്. ഇത് ഏൽക്കാത്ത ആളുകൾക്ക് ആന്തരികമായി ജനാധിപത്യവാദിയാവാൻ സാധിക്കുകയില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റാണ്. പവിത്ര മാഷ് തന്നെ സൂചിപ്പിച്ച പോലെ ചരിക്കുന്നതിനെപ്പറ്റി, മാറുന്നതിനെപ്പറ്റി, സ്ഥായി അല്ലാത്തവയെപ്പറ്റി ആദ്യമായി നമ്മുടെ സൗന്ദര്യ ബോധത്തിലേക്കും സൗന്ദര്യബോധ ചർച്ചയിലേക്കും കൊണ്ടുവന്നത് ഇടതുപക്ഷ ഭാവുകത്വമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ ഇടതു ഭാവുകത്വത്തിന് പിന്നീട് വന്ന ചലനങ്ങളോട് എത്രമാത്രം പ്രതികരിക്കാൻ സാധിച്ചു, ആ ചലനങ്ങൾ അവരിൽ എത്രമാത്രം പ്രതിഫലനം സൃഷ്ടിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ പവിത്ര മാഷ് ഉന്നയിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചോദ്യം, ആധുനികതയോടുള്ള ഈ ചോദ്യം വാസ്തവത്തിൽ ആധുനികതയ്ക്കകത്ത് തന്നെയുള്ള ചില വൈരുദ്ധ്യങ്ങളെ കൂടി നാം ഇവിടെ പരിഗണിക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് 1980കളോടുകൂടി കേരളത്തിലെ ഇടത് വിമർശകരിൽ ചിലർ ഉന്നയിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു.
അത് ഡോക്ടർ ടി കെ രാമേന്ദ്രനെ പോലെയും നമ്മുടെ ചിന്ത രവീന്ദ്രനെ പോലെയുള്ള ആളുകൾ ആധുനികത മുന്നോട്ട് വെച്ച ഈ പറഞ്ഞ അത് നിലനിൽക്കുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ സാംസ്കാരികമായ ഭാവുകത്വത്തെ അവരെങ്ങനെയാണ് വിശകലനം ചെയ്തതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ വിജയൻ്റെയും അതല്ലെങ്കിൽ നാം ആധുനികത എന്ന് വിളിച്ച സമാന്തര സിനിമകളുടെയും ഒക്കെ സന്ദർഭത്തിൽ ആ ആധുനികതയ്ക്കകത്ത് തന്നെയുള്ള വൈരുദ്ധ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിൽ വാസ്തവത്തിൽ ഒരു ഇടതുഭാവന പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നാം പറയുന്ന മുഖ്യധാര, അങ്ങനെ വാക്ക് ഉപയോഗിക്കുന്നതിൽ ശരിയല്ല എങ്കിലും ആ ഒരു മാർക്സിസ്റ്റ് ധാരയിൽ നല്ല അത് വന്നതെങ്കിലും അവരുണ്ടാക്കിയ ചലനങ്ങൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. അത് വി രാജീവനാവാം, സച്ചിദാനന്ദനാവാം. അവർ വാസ്തവത്തിൽ ഈ ആധുനിക സാഹിത്യത്തെ വളരെ ക്രിട്ടിക്കലായി നോക്കിക്കാണുന്ന ഒരു ഭൂമിക തുറന്നു വയ്ക്കുന്നുണ്ട്. മാത്രമല്ല സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള, സംസ്കാരത്തിൻ്റെ ഭൗതികതയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള അന്വേഷണങ്ങളും ആരംഭിക്കുന്നത് അവരാണ്. കലാവിമർശം മാർക്സിസ്റ്റ് മാനദണ്ഡം എന്ന് പറയുന്ന ടെക്സ്റ്റിനെ മുൻനിർത്തിയാണ് ഞാൻ ഈ കാര്യങ്ങൾ അനുസ്മരിക്കുന്നത്. അത് പക്ഷെ ആ ധാരയെയും എത്രമാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനമാണ്. വിജയനെ പോലുള്ള ഒരു എഴുത്തുകാരനിൽ നിന്ന് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സൂചനകൾ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ടി കെ രാമേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് നിലവിലുള്ള ഒരു സാംസ്കാരികമായ അല്ലെങ്കിൽ ഭാവുകത്വപരമായ ചില ശീലങ്ങൾക്ക് പരിക്കേൽപ്പിച്ചപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് രൂപപ്പെട്ടു വരുന്ന ചില പ്രതിലോമ രൂപങ്ങളെക്കുറിച്ചും ചൂണ്ടിക്കാണിച്ചതും അതിനെ പുറത്തു കൊണ്ടുവന്നതും ഈ ഒരു ഇടതുധാരയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ നിന്ന് പക്ഷേ നമുക്ക് എത്രമാത്രം പിന്നീട് മുന്നേറാൻ കഴിഞ്ഞു എന്നതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാത്രമല്ല ഈ ഒരു വാക്വം നേരത്തെ പവിത്ര മാഷ് സൂചിപ്പിച്ചതും അതിൻ്റെ തുടർച്ചയായി വന്ന ഈ ഒരു ചിന്താധാരയുടെ ഗതി മുട്ടിയ അവസ്ഥയും വാസ്തവത്തിൽ മറ്റൊരു ഭാവുകത്വത്തിൻ്റെ അധീശത്വത്തിലേക്ക് കേരളീയ സമൂഹത്തെ നയിച്ചിട്ടില്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന സിനിമയുടെ ലോകമെടുത്ത് നോക്കിയാൽ ആദ്യകാലത്ത് തൊഴിലില്ലാത്ത നായർ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ അവരുടെ ദയനീയാവസ്ഥ ചിത്രീകരിച്ചുകൊണ്ട് ആരംഭിച്ച മോഹൻലാൽ സിനിമകൾ പിന്നീട് ആറാം തമ്പുരാനെ പോലുള്ള കഥാപാത്രങ്ങളിലേക്ക് വികസിക്കുന്നത്, അതിൻ്റെ ഒരു ജീനിയോളജി നോക്കിയാൽ തന്നെ കേരളീയ ഭാവുകത്വത്തിനകത്ത് എങ്ങനെയാണ് ഈ തീവ്ര ഹിന്ദുത്വ ദൃശ്യതയും അതിൻ്റെ നേരത്തെ പറഞ്ഞ സംവേദനക്ഷമതയും പ്രബലമാകുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ വാക്വത്തിലേക്കാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായിട്ടുള്ള ഘോഷയാത്രകളും ഗണപതി ഉത്സവങ്ങളും ഈ ബിഗ് സ്ക്രീനിൽ നമ്മൾ കാണുന്ന ബാഹുബലി രൂപങ്ങളും ഒക്കെ കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ഭാവുകത്വശീലങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പരിക്കുകളോട്, അത് സൃഷ്ടിക്കുന്ന പരിക്കുകൾക്ക് വിധേയരാവുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അത് വാസ്തവത്തിൽ കൊണ്ടുവരുന്നത് നമ്മുടെ ഈ പൊതുസമൂഹത്തിനകത്ത് ഇത്തരം ചില ദൃശ്യതകളും ചില സൗന്ദര്യാനുഭൂതികളുമാണ്.
അത് നമ്മുടെ രാഷ്ട്രീയ ബോധത്തെ തന്നെ വളരെ പ്രധാനമായ ഒരു വ്യതിയാനത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്നതും നമ്മളുടെ അനുഭവമാണ്. അപ്പോൾ ഇതും കൂടി നമ്മളതിനോട് ചേർത്ത് വെക്കുമ്പോഴാണ് എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയുമായ പലതരം രൂപങ്ങളെ അതത് സന്ദർഭങ്ങളിൽ അവയോട് പ്രതികരിക്കാത്ത ഈ ഇടത് ഭാവുകത്വത്തിൻ്റെ പരിമിതിയെ വാസ്തവത്തിൽ പ്രയോജനപ്പെടുത്തി ഇന്ന് അരങ്ങു വാഴുന്നത് എല്ലാ രാഷ്ട്രീയ രൂപങ്ങളെയും സൗന്ദര്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പകരം രാഷ്ട്രീയത്തെ തന്നെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് അരങ്ങു വാഴുന്നൊരു പുതിയ രാഷ്ട്രീയത്തിലേക്ക് അത് നമ്മളെ നയിച്ചു. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ചിന്താചരിത്രം എന്നതുപോലെ തന്നെ പ്രധാനമാണ് കേരളത്തിൻ്റെ അനുഭൂതി ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനുഭൂതികളുടെ ഒരു അനുഭൂതികളിൽ ഇടപെടാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഇടതുഭാവുകത്വത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. അനുഭൂതികളുടെ ലോകത്ത് നാം ഈ പറഞ്ഞ പോലെ പലപ്പോഴും അതിൻ്റെ സങ്കീർണമായ അവസ്ഥകളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ അവയെ ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഒരർത്ഥത്തിൽ. അതുകൊണ്ട് നാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കലയുടെ നേരത്തെ പറഞ്ഞ ദൃശ്യതയുടെയും ശ്രവ്യത, രുചിഭേദങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു പുതിയ ലോകം രൂപപ്പെട്ടു വരികയാണ്. ആ രൂപപ്പെട്ടു വരുന്ന പുതിയ ലോകത്ത് നേരത്തെ പറഞ്ഞ പോലെ പ്രതിലോമകരമായ സങ്കല്പങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിന് ധനാത്മകമായ ചില ഘടകങ്ങളും അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നതായിരിക്കും ഈ ഇടതുഭാവുകത്വത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുതിയ ശബ്ദങ്ങൾ നാം കേൾക്കുന്നുണ്ട്, പുതിയ നിറങ്ങൾ നാം കാണുന്നുണ്ട്, പുതിയ രുചികൾ നാം അനുഭവിക്കുന്നുണ്ട്. അവരെ മുഴുവൻ ഹെജിമണൈസ് ചെയ്യാൻ, അതിന് മുഴുവൻ ഒരു മേൽക്കോയ്മ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വഴിയിൽ നടക്കുന്നുണ്ട്. ഇത് തമ്മിലൊരു സംഘർഷ സ്ഥാനത്താണ് ഇപ്പോൾ നാം നിൽക്കുന്നത്. അവിടെ എങ്ങനെയാണ് ഇടതുപക്ഷ ഭാവുകത്വം ഇടപെടാൻ പോകുന്നത് എന്നത് ചരിത്രത്തിലെ നിർണായകമായൊരു ചോദ്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് കേസരിയിൽ നിന്ന് തുടങ്ങി EMS ഉൾപ്പെടെയുള്ള ആളുകൾ തുടങ്ങി വെച്ച ഒരു ധാരയുണ്ട്. അത് രൂപഭാവ ചർച്ചയ്ക്കകത്ത് കുടുങ്ങിപ്പോയി. അതിനുശേഷം 1980കളോടുകൂടി TK രാമേന്ദ്രനും മറ്റുള്ളവരും തുടങ്ങി വെച്ച മറ്റൊരു ധാരയുണ്ട്. ഈ ധാരകളുടെ ഒരു പുതിയ ഘട്ടം എന്താണ് എന്ന് വാസ്തവത്തിൽ നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. ആ സാഹചര്യത്തിലാണ് പുതിയ മാർക്സിസ്റ്റ് ചിന്തകളുടെയും ഈ പുതിയ മാധ്യമ പരിസരത്തിൻ്റെയും ഈ പുതിയ ലോകത്ത് ഇതിൻ്റെ ഒരു ഗതി വളരെ നിർണായകമാണ്. കാരണം പുനരുത്ഥാനപരമായ കാഴ്ചകളും കെട്ടുകാഴ്ചകളും പ്രതിതരംഗങ്ങളും ഇതൊക്കെ TK രാമേന്ദ്രൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് നിറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതെങ്ങോട്ടാണ് പോവുക എന്നതും പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടി മധുമാഷ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതോടെ നമുക്കത് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിതിലൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല. അതിൽ ഈ പവിത്രൻ പറഞ്ഞ ഒരു കാര്യം, ഈ എസ്തെറ്റിക് ഏലിയനേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം അവതരിപ്പിക്കാൻ പവിത്രൻ ശ്രമിച്ചു. സത്യത്തിൽ ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഈ മാർക്സിസ്റ്റ് ഒരു എസ്തെറ്റിക്സ് തന്നെയാണ് വാസ്തവത്തിൽ ഭാവുകത്വം എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു. കാരണം ഈസ്തെറ്റിക്സ് എന്നുള്ള വാക്കും ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ഈസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ മാർക്സിസ്റ്റ് എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഇടതുപക്ഷവും എസ്തെറ്റിക്സും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അതിൻ്റെ ചില സംഘർഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ
കേരളത്തിൻ്റെ പരിസരത്ത് നടന്നിട്ടുള്ള ഈ പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണേണ്ടി വരാൻ തോന്നും. അതിൻ്റെ ഒരു സൈദ്ധാന്തികമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, അതുപോലെ അനിൽ പറഞ്ഞ ഒരു കാര്യം, രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യത്തിൽ ഈ ചിന്തയുടെ ചരിത്രവും അനുഭൂതിയുടെ ചരിത്രവും എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു മാർക്സിൽ, അതാണ് ഞാനത് ആദ്യത്തെ ഭാഗത്ത് തന്നെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. മാർക്സ് വാസ്തവത്തിൽ ചെയ്തൊരു കാര്യം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ മാർക്സിൻ്റെ ആദ്യകാലത്ത് മാർക്സ് ചെയ്തിട്ടുള്ള വർക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ചിന്തയും ഇന്ദ്രിയവും തമ്മിലുള്ള ആ വേർതിരിവ്, അത് വളരെ ക്ലാസിക്കലായിട്ടുള്ളൊരു വേർതിരിവാണ്. അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ബോഡിലി ആയിട്ടുള്ളതാണ്. ചിന്ത വളരെ സവിശേഷമായി നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന റാഷണലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. മറ്റത് ബോഡിലി ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ശരീരവും മനസ്സും എന്നുള്ള വേർതിരിവ് പോലെ തന്നെ ഉള്ളൊരു വേർതിരിവാണ് വാസ്തവത്തിൽ ഈ ചിന്തയും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത്. ഇതിനെ ആദ്യമായിട്ട് ഒരുപക്ഷെ നിർവീര്യമാക്കുന്ന ഒരു ചിന്തയാണ് ഇടതുപക്ഷ ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ചിന്ത സംഭവിക്കുന്നത് രുചിയും മണവും ശബ്ദവും ഒന്നും കടക്കാത്ത ഒരു അറയുടെ ഉള്ളിലാണ് എന്നുള്ളൊരു സങ്കല്പമുണ്ടല്ലോ. നിങ്ങളുടെ തലയോട്ടിയുടെ ഉള്ളിൽ അതിൽ രുചിയും മണമൊന്നുമില്ല, ഇന്ദ്രിയങ്ങൾക്ക് റോളൊന്നുമില്ല, ഡേറ്റ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാണ് ഇന്ദ്രിയങ്ങൾ. അതിനെക്കുറിച്ച് അതിന് രുചിയും മണമൊന്നുമില്ലാത്ത സാധനമാണ് ചിന്ത. ഒരു നിർമ്മമമായ ഒരു ചിന്തയാണത്. മാർക്സ് അതിനെ കണ്ടംപ്ലേഷൻ എന്നാണ്, കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ളൊരു ചിന്ത, ധ്യാനാത്മകമായ എന്തോ ഒന്ന് തലയോട്ടിയുടെ ഉള്ളിൽ നിന്നിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. ചിന്ത തന്നെ ഒരു സെൻഷ്വസ് ആക്ടിവിറ്റിയാണെന്നാണ് ആവർത്തിച്ച് മാർക്സ് പറയുന്നൊരു കാര്യമാണ്. ചിന്ത എന്ന് പറയുന്ന ഒരു സെൻഷ്വസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണെന്നാണ്, ഇന്ദ്രിയങ്ങളുടെ ഒരു ഇത്. ഒരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു ചിന്തയുടെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം എന്ന് പറയുന്നത്, ഇടത് ചിന്തയുടെ മാർക്സിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ദ്രിയവും ചിന്തയും എന്നുള്ള രണ്ട് വെള്ളം കിടക്കാത്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സിൽ മാറി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളല്ല. നേരമറിച്ച് ചിന്തയ്ക്ക് ഇന്ദ്രിയങ്ങളുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മാർക്സ് ഒരുപക്ഷെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് മാർക്സിസ്റ്റ് എസ്തെറ്റിക്സിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് മാറിയിട്ടുള്ളത്. അതിൽ നിന്നാണ് ആ ചിന്ത മുഴുവൻ തുടങ്ങുന്നത്. പക്ഷേ അതിൽ വന്നിട്ടുള്ള മറ്റൊരു സംഘർഷം എനിക്ക് തോന്നുന്നത്, മറ്റൊരാശയം മാർക്സിൻ്റെ ചിന്തയിൽ ഉണ്ട്, മാർക്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ എല്ലാ സാമൂഹിക സംവിധാനങ്ങളും രണ്ട് തട്ടുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഉപരിഘടനയും ഒരു അധോഘടനയും എന്നുള്ള രീതിയിലൊരു രൂപകം മാർക്സ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതിൽ മാർക്സ് പറയുന്ന ഈ ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ ഈ ഉപരിഘടനയിൽ പെടുന്നതാണ്. അതിനെ അടിസ്ഥാനപരമായി നിർണ്ണയിക്കുന്നത് അധോഘടനയാണ്. ഇതൊരു രൂപകമാണ്. മാർക്സ് എംഗൽസും കൂടി ജർമ്മൻ ഐഡിയോളജിയിൽ അവതരിപ്പിക്കുന്ന ഒരു രൂപകമാണിത്, ഒരു മെറ്റഫറാണ്. നമ്മളുടെ സാഹിത്യ ചിന്തകളിൽ ചിലപ്പോൾ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്, നേരത്തെ പറഞ്ഞ ചിന്തയും ഇന്ദ്രിയവും തമ്മിലുള്ള വേർതിരിവിനെ നിർവീര്യമാക്കിയിട്ടുള്ള മാർക്സിൻ്റെ ഇടപെടലിനേക്കാൾ കൂടുതൽ നമ്മുടെ സാഹിത്യ വിചാരങ്ങളിൽ, ഇടതുപക്ഷ സാഹിത്യ വിചാരങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഈ ഒരു മോഡലായിരിക്കും. സാഹിത്യം, കല, സൗന്ദര്യ ചിന്തകളൊക്കെ ഉപരിഘടനയിൽ നടക്കുന്ന ഒന്നാണ്. അധോഘടനയിലുള്ള കാര്യങ്ങൾ, അതായത് സാമ്പത്തികമായിട്ടുള്ള പിന്നെ ഉൽപ്പാദനപരമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെയാണ് സമൂഹത്തിൻ്റെ അധോഘടനയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് സാഹിത്യത്തെ ഒരു കലയെ, സൗന്ദര്യത്തിൻ്റെ മേഖലയെ, മൂല്യങ്ങളുടെ മേഖലയൊക്കെ ഒരു ഉപരിഘടനാ പ്രതിഭാസമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ചിന്ത, ഇത് നമ്മളുടെ ഇടത് ഭാവുകത്വ ഇടപെടലുകളെ ദുർബലമാക്കിയിട്ടുള്ള ഒന്നാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. തിരിച്ചറിഞ്ഞത് ഞാൻ പവിത്രം പറഞ്ഞുകൊണ്ട് യോജിക്കുന്ന ഒരു ചരിത്രപരമായ പരിമിതിയാണ്. ഇപ്പം ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തെ ഇന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇങ്ങനെ കാണുന്നത് ശരിയായിരിക്കില്ല. പക്ഷേ ചരിത്രപരമായിട്ടുള്ള പരിമിതിയാണ്. പക്ഷേ ചരിത്രപരമായിട്ടുള്ള പരിമിതിക്ക് അപ്പുറം ആ സൈദ്ധാന്തിക ചട്ടക്കൂട് ഇപ്പോഴും ഇളക്കം കൂടാതെ തുടരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. അതിന് പല തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിപ്പോൾ ഈ മാർക്സിസ്റ്റ് മാത്രമല്ല, ഇടതുപക്ഷം മാത്രമല്ല, മറ്റ് ഇടപെടലുകളിലും സാഹിത്യ, കല ഇതിനെയൊക്കെ ഒരു തരത്തിൽ പ്രതിനിധാനങ്ങളായിട്ട് മാത്രം കാണുക, റെപ്രസെൻറ്റേഷൻസ് ആയിട്ട് കാണുക.
അതിപ്പോൾ ഈവൻ ടെക്സ്റ്റായിട്ട് അതിനെ കാണുന്നതിലും ഒക്കെ ഈ ഒരു സമീപനം, അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശരിക്കും നോക്കേണ്ട ഒരു കാര്യമാണ്. സൗന്ദര്യവും ഇടതുപക്ഷവും തമ്മിലുള്ള ഈ രണ്ട് സങ്കല്പങ്ങൾ തമ്മിലൊരു പൊരുത്തക്കേട്, ഒരു സംഘർഷം അവിടെ നിൽക്കുന്നുണ്ട്. പവിത്രം പറഞ്ഞത് ശരിയാണ്. സൗന്ദര്യ സങ്കല്പത്തെ ഉടച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇടപെടലുകളൊക്കെ നടക്കുന്നത് എന്നുള്ളത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം. പക്ഷേ സൗന്ദര്യം എന്നുള്ള സങ്കല്പവും ഇടത് എന്നുള്ള സങ്കല്പവും തമ്മിൽ ഒരു സംഘർഷം നിലനിൽക്കുന്നുണ്ട്. സംഘർഷം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വാസ്തവത്തിൽ അങ്ങനെ ഒരു കേവലമായ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് ഇടത് ചട്ടക്കൂടിനുള്ളിൽ സാധ്യമായിട്ടുള്ള ഒന്നല്ല. കേവലമായ മനുഷ്യരില്ലാത്തതുപോലെ, കേവലമായ മൂല്യങ്ങളില്ലാത്തതുപോലെ, കേവലമായ ഒരു മൂല്യവിചാരമില്ലാത്തതുപോലെ, കേവലമായൊരു സൗന്ദര്യം എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാവില്ല. കേവലമായ സൗന്ദര്യം എന്നൊന്നില്ലെങ്കിൽ പിന്നെ സൗന്ദര്യം എന്ന് പറഞ്ഞൊന്നുമില്ല. സൗന്ദര്യത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് ഈ ഒരു സംഗതിയാണ്. അതായത് നിങ്ങൾ ഒരു കാര്യം സുന്ദരമാണ് എന്ന് പറയുമ്പോൾ, സുന്ദരമാണ് എന്ന് പറയുന്ന ഇത് തന്നെ അപ്പോൾ കാണ്ടിനെ പോലുള്ള ആളുകൾ പറയും ഒരു കാര്യം സുന്ദരമാണ്, നല്ലതാണ് എന്ന് പറയുന്നത് ഒരു ഫുഡ്, ഒരു ഭക്ഷണം നല്ലതാണെന്ന് പറയുന്നത് പോലെയല്ല. അത് ആ രുചി തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് കാണ്ടിൻ്റെ ഒരു കാഴ്ച. അതായത് ഒരു ഭക്ഷണം നല്ലതാണെന്ന് പറഞ്ഞാൽ അത് എനിക്ക്, എൻ്റെ വയറിന് നല്ലതാണ്, എൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്, എൻ്റെ നാവിന് നല്ലതാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. അത് ആസ്വദിക്കുന്ന ആളുടെ ഏതൊക്കെയോ തരത്തിലുള്ള ശാരീരികമായ ആവശ്യങ്ങളോ താല്പര്യങ്ങളോ ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരു മൂല്യവിചാരമാണ് നല്ല ഭക്ഷണമാണ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു പൂവ് നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നത് കാണ്ടിൻ്റെ കാഴ്ചപ്പാടാണ് ഞാനീ പറയുന്നത്. ഉദാത്തമായ സൗന്ദര്യം എന്നുള്ള സങ്കല്പത്തെപ്പറ്റി കാണ്ട് പറയുന്നൊരു കാര്യം ഇതാണ്. ഒരു പൂവ് എനിക്ക് ഭംഗിയുള്ളതായിട്ട് തോന്നുന്നത്, ആ പൂവ് കൊണ്ട് എനിക്കൊരു ഗുണമില്ല, എൻ്റെ ഏതെങ്കിലും ശാരീരികമായ ആവശ്യത്തെ നിറവേറ്റുന്ന ഒന്നല്ല. ഒരു പെയിൻറ്റിങ് എനിക്ക് നല്ലതാവുന്നത് എൻ്റെ ഏതെങ്കിലും ശാരീരികമായ ആവശ്യത്തെ നിറവേറ്റുന്നതുകൊണ്ടല്ല. അപ്പോൾ എനിക്ക് പുറത്ത് കിടക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് സൗന്ദര്യം എന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ സാർവലൗകികത അല്ലെങ്കിൽ അതിൻ്റെ സാർവത്രികത, കേവലത നിലനിൽക്കുന്നത് എന്നുള്ളതാണ് സൗന്ദര്യത്തെപ്പറ്റിയുള്ള സങ്കല്പം. അങ്ങനെ മാത്രമേ സൗന്ദര്യത്തെ കാണാൻ പറ്റൂ. സൗന്ദര്യം എന്ന് പറയുന്നത് ഇച്ഛയുടെ, താല്പര്യങ്ങളുടെ, ആവശ്യങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. എനിക്ക് പുറത്ത് കിടക്കുമ്പോഴേ ഞാൻ സൗന്ദര്യത്തിൻ്റെ മേഖലയിൽ എത്തുന്നുള്ളൂ എന്നാണ് സൗന്ദര്യത്തെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാട് മാർക്സിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്തയ്ക്ക് എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കാൻ കഴിയുക, അതിനെ സംവദിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ പറഞ്ഞു മാർക്സിൻ്റെ ആദ്യകാല രചനകളിൽ ഈ ഒരു ആശയത്തെയാണ് സത്യത്തിൽ, കാണ്ടിൻ്റെ ഈ സൗന്ദര്യ സങ്കല്പത്തെയാണ് മാർക്സ് ഫോയർബാഗിലൂടെയും ഒക്കെ പരിശോധിക്കുകയും അതിനെ വിമർശനാത്മകമായി പരിശോധിക്കുകയും മാർക്സ് അതിൽ പറയുന്ന ആ കേവലമായൊരു സൗന്ദര്യത്തിൻ്റെ സാക്ഷാത്കാരം സംഭവിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സമൂഹത്തിൽ മാത്രമാണ്. കാരണം നിങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കുന്നൊരു സമൂഹമാണ് അത് എന്നാണ്. നിങ്ങളുടെ ആവശ്യത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് പുറത്ത് കിടക്കുക, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുക, ഇന്ദ്രിയങ്ങൾ സെൽഫിഷ് അല്ലാതായി മാറുക, ഈ ഒരു ഇതിൽ മാത്രമാണ് ഈ ഒരു കേവലമായ സൗന്ദര്യം എന്ന്. അപ്പോൾ കേവലമായ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ മാർക്സ് അക്കോമഡേറ്റ് ചെയ്യാണ് ഒരു വേറെ രീതിയിൽ. അതിനെ ചരിത്രപരമായി, അത് ചിന്താപരമായി അതിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു മാർക്സ്, ഒരു ഇടത്ത് ചിന്ത അവിടെയുണ്ട്. മറ്റൊന്ന് ഈ പറഞ്ഞ ഉപരിഘടനയും അധോഘടനയും എന്ന രീതിയിൽ സാഹിത്യത്തെയും കലയും ഒക്കെ കാണുന്ന മാർക്സ് ഒരിക്കലും അതങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു മോഡൽ വളരെ പ്രധാനമാണ്. അത് ഇടതുപക്ഷ പ്രയോഗങ്ങളുടെ ചരിത്രത്തിലൊക്കെ ആ മോഡൽ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് ഏത് മോഡലിലാണ് നമ്മളുടെ ഇടതുപക്ഷത്തു നിന്നുള്ള സാഹിത്യ കലാവിചാരങ്ങൾ നടന്നു വന്നിട്ടുള്ളത്, അതിൻ്റെ പരിമിതികൾ, അത് കേവലം ചരിത്രപരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, സൈദ്ധാന്തികമായ ചില പരിമിതികൾ കൂടി അതിലുണ്ട്, അതുകൂടി കാണേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാനത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണത് മധുമാഷ് നിർത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഈ ജീവൽ സാഹിത്യം മുന്നോട്ട് വെച്ച സൗന്ദര്യബോധത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് അവതരിപ്പിച്ചത് EMS ആയിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് രൂപം സുന്ദരമായാലും കൊള്ളാം, പരുക്കനായാലും കൊള്ളാം, ഉള്ളടക്കം പുരോഗമനപരമായിരിക്കണം എന്ന നിലപാടാണ് 1937 ഇതിൻ്റെ മാനിഫെസ്റ്റോയിൽ അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ ഫാസിസ്റ്റ് ഭീഷണികളും നവലിബറൽ നയങ്ങളൊക്കെ ഇന്ത്യയിൽ ശക്തിപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ
അദ്ദേഹം തൻ്റെ ഭാഷാഭൂഷണി പ്രബന്ധത്തിൽ ഈ കാര്യത്തിൽ താങ്കൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് തിരുത്തുന്നുണ്ട്. പക്ഷേ ആ തിരുത്തും ഈ പറഞ്ഞ പോലെ ഈ എഴുതുന്ന സന്ദർഭത്തിൽ എഴുതുന്നയാൾ സാമൂഹ്യ വിപ്ലവം ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുതണമെന്നില്ല. ആ കാര്യത്തിൽ വിലയിരുത്തുന്നതിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന മട്ടിൽ അദ്ദേഹം തിരുത്തുകയാണ് ചെയ്തത്. ഇത് ധാരാളം സംവാദങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നേരത്തെ മധുമാഷ സൂചിപ്പിച്ച ആ അടിസ്ഥാനപരമായ വിചാരമാതൃക, അതായത് സമൂഹത്തെ നിർണയിക്കുന്നത് ഉൽപ്പാദന മേഖലയിലെ ചലനങ്ങളും സമരങ്ങളും സംഘർഷങ്ങളുമാണ്, മറ്റുള്ളതെല്ലാം ഉപരിഘടനയുടെ ഭാഗമാണ് എന്ന ഒരുപക്ഷെ മാർക്സ് ഉദ്ദേശിക്കാത്തതും സോവിയറ്റ് ലിറ്ററേച്ചറിലൂടെ ലോകം മുഴുവൻ വ്യാപിക്കുകയും ചെയ്ത ആ റിഡക്ഷനിസ്റ്റ് സ്പേഷ്യൽ മെറ്റഫറാണ് കേരളത്തിൽ നടന്ന ഈ സൗന്ദര്യ ചർച്ചകളിൽ പലപ്പോഴും നിർണായകമായി തീർന്നത്. ആ പരിമിതിയാണ് കലാവിമർശം മാർക്സിസ്റ്റ് മാനദണ്ഡം എന്ന പുസ്തകത്തിനകത്ത് അഡ്രസ്സ് ചെയ്യപ്പെട്ടത്. അതിനകത്ത് സംസ്കാരം എന്ന് പറയുന്ന ഈ ഉപരിഘടന എന്ന് പറയുന്നത് തന്നെ ഓട്ടോണമിയുള്ള സ്വാധികാരമുള്ള ഒന്നാണെന്നും അതിനകത്ത് തന്നെ വൈരുദ്ധ്യങ്ങളുണ്ടെന്നും അതിനകത്ത് വർഗവൈരുദ്ധ്യങ്ങളല്ലാതെ മറ്റ് പലതരം വൈരുദ്ധ്യങ്ങളുണ്ടെന്നും അത് മനസ്സിലാക്കാതെ അതിനെ കേവലം ഒരു ഉപോൽപ്പന്നമായി സാമൂഹ്യ വിപ്ലവത്തിനുള്ളൊരു ഉപകരണവും ഉപാധിയായി സാഹിത്യത്തെയും കലയും കണ്ടതാണ് കുഴപ്പമെന്നുമുള്ള മട്ടിൽ ധാരാളം അന്വേഷണങ്ങളും ഇടപെടലുകളും കലാവിമർശം മാർക്സിസ്റ്റ് മാനദണ്ഡം എന്നുള്ള പുസ്തകത്തിനകത്ത് വരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കല്പനം പ്രത്യയശാസ്ത്രം എന്നുള്ളൊരു സങ്കല്പനായിരുന്നു. ഒരുതരം പ്രത്യയശാസ്ത്ര നിർണയനവാദം ടി കെ രാമേന്ദ്രൻ്റെയും ഈ രവീന്ദ്രൻ്റെയൊക്കെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് പുതിയ കാലത്ത് പ്രത്യയശാസ്ത്രം എന്നുള്ള കൺസെപ്റ്റ് തന്നെ വളരെയധികം വിമർശിക്കപ്പെടുകയും അതിന് ചില പുതിയ മാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെറി ഈഗിൾട്ടൻ്റെ ഐഡിയോളജി എന്നുള്ള പുസ്തകത്തിൽ ഐഡിയോളജിക്ക് ഒരു 19 നിർവചനങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. അതിനുശേഷം മാർക്സിസ്റ്റ് ചിന്തയിൽ വന്ന പ്രധാനപ്പെട്ട ചലനങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിലുണ്ടായൊരു പുസ്തകം ഗഫൂർ കൂടി പങ്കാളിയായിട്ടുള്ള റാസ്ബറി പ്രസിദ്ധീകരിച്ച മധുമാഷ് എഡിറ്റ് ചെയ്ത മാർക്സ് വായനകളാണ്. അത് ഈ നിർണയനവാദത്തെയും തകർക്കുകയും അതിനെ വളരെ മൾട്ടിറ്റ്യൂഡായിട്ട് മാർക്സിസത്തെ തന്നെ വളരെ മൾട്ടിറ്റ്യൂഡായി കാണുകയും ചെയ്യുന്ന ഒരു മഴവിൽ കാഴ്ചയാണ് വാസ്തവത്തിൽ മാർക്സ് വായനകളിൽ നമ്മൾ കാണുന്നത്. അവിടെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ ബൈനറി ബേസ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്ന ബൈനറിയെ തന്നെ അട്ടിമറിക്കുന്ന ചിന്തകളുടെ വൈവിധ്യത്തെയാണ് ആ പുസ്തകം യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചത്. അതിൽ പവിത്രമാഷ് എഴുതിയിട്ടുണ്ട്. പവിത്രമാഷ് ഇതല്ലാതെ തന്നെ ഈ മേഖലയിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞ റാൻസീർ ഉൾപ്പെടെയുള്ള പല ചിന്തകരെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരം ആശയങ്ങൾ മലയാളത്തിൽ വളരെ ആനുഷംഗികമായാണെങ്കിലും ഇതെല്ലാം മലയാളത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച മലയാളിയുടെ പൊതുബോധത്തിൻ്റെ ഭാഗമാക്കാനോ ഈ പറഞ്ഞ ഇടത് സാംസ്കാരിക വിമർശനത്തിൻ്റെ അകക്കാമ്പാക്കാനോ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് ഏറ്റവും പ്രധാനം ഇത്തരം മുൻവിധികളിൽ നിന്നെല്ലാം പുറത്തു കടക്കുകയും ഈ പറഞ്ഞ പോലെ പുതിയ കാലത്തുണ്ടാവുന്ന ചിന്തകൾ നമുക്ക് തന്നെ ഏൽപ്പിക്കുന്ന പരുക്കുകളെ സധൈര്യം അഭിമുഖീകരിക്കാനും അതുവഴി സംസ്കാരത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കാനും ഈ പാർലമെൻ്ററി ജനാധിപത്യമാണ് ജനാധിപത്യത്തിൻ്റെ ഏക രൂപമെന്ന ആശയത്തിൽ നിന്ന് മാറി ജീവിതത്തെ സമഗ്രമായി കാണുന്ന സൗന്ദര്യാത്മകത എന്ന വളരെ വിപുലമായ നേരത്തെ പവിത്രമാഷ് സൂചിപ്പിച്ച അത് എല്ലാറ്റിനും ഉൾക്കൊള്ളുന്നൊരു വലിയ സങ്കല്പനമായി അതിനെ മനസ്സിലാക്കുകയും അതിനകത്തുള്ള വൈരുദ്ധ്യങ്ങളെ മാർക്സിൻ്റെ തന്നെ പലതരം കാഴ്ചകളെ മുൻനിർത്തിക്കൊണ്ട് വിശകലനം ചെയ്യുകയും
അത് നമ്മുടെ കാഴ്ചശീലങ്ങളെയും നമ്മുടെ ഇന്ദ്രിയാത്മകതയെയും സ്പർശിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇടതുഭാവുകത്വം അതിൻ്റെ യഥാർത്ഥമായ ഒരു ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ടേണിലേക്ക് ഒരുപക്ഷെ നമ്മൾ എത്തിച്ചേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊക്കെയുള്ള ശ്രമങ്ങൾ മലയാളത്തിൽ നടന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് EMSലോ കെ ദാമോദരനിലോ ഉണ്ണിരാജയിലോ ഒന്നും സ്തംഭിച്ചു നിന്നിട്ടില്ല. അതിന് പിന്നെയും തുടർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അതിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മാർക്സിസ്റ്റ് പ്രയോഗം, രാഷ്ട്രീയ പ്രയോഗം പലപ്പോഴും ഇതിൻ്റെ പുറത്ത് നിൽക്കുന്ന ഈ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒരു സവിശേഷമായ സങ്കല്പനമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് സന്ദേശം സിനിമ മുന്നോട്ട് വെക്കുന്ന ആ സങ്കല്പം തന്നെയാണ് മലയാളിയുടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത്. ആ മാർക്സിസം എന്ന ആശയത്തെയും വിപ്ലവം എന്ന ആശയത്തെയും സൗന്ദര്യാത്മകമായി വികസിപ്പിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നതാണ് ഒരുപക്ഷെ ഇടതുഭാവുകത്വം ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയെന്ന് ഈ ചർച്ചയിൽ നിന്ന് പൊതുവിൽ രൂപപ്പെട്ടു വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു.